അദ്ദേഹത്തിന്റെ തന്നെ പരാമർശങ്ങൾ കൊണ്ടാണ്. ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ വന്ന ഒരാളാണ് ഞാൻ, പ്രത്യേക ആക്ഷൻ കാണിച്ചിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നുകിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവിന്റെ നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു മല്ലന്റെ നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു തെരുവ് ഗുണ്ടയുടെ ശക്തി എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ശക്തി എപ്പോഴും പറയാൻ വെമ്പുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടില്ലേ? അപ്പൊ പിണറായി വിജയൻ ഇതിൽ ഏത് ജനറേഷൻ നിങ്ങൾ ചോദിക്കും? പിണറായി വിജയൻ മമ്മൂട്ടിനെ കൊണ്ട് പറഞ്ഞതിനെ വരിക. മൂപ്പർ ഓരോ ജനറേഷൻ കഴിയുമ്പോൾ ആ ജനറേഷൻ്റെ ആളായി. എനിക്ക് തോന്നുന്നു നമ്മൾ പോസ്റ്റ്മോർട്ടം ദബ്സീനൊക്കെ ആകർഷിക്കുന്ന ഈ ജനറേഷന്റെ സെൻസിബിലിറ്റീസ് ആണ് മൂപ്പരെ ഭരിക്കുന്നത് തോന്നുന്നു. അല്ലെങ്കിൽ മൂപ്പര് സ്വഭാവനുസരിച്ച് മൂപ്പർ ഇപ്പം വേണ്ടാന്ന് പറയേണ്ടതാണ്. ശരിയായ നിരീക്ഷണമാണെങ്കിൽ പോലും പുള്ളി ഇന്ന് കാലത്തിനനുസരിച്ച് ആസ്വദിച്ച് ചെയ്യുന്നതാണ് നല്ല കാര്യം. ആ മാറുന്ന കാലഘട്ടത്തിൽ എന്താ വേണ്ട മൂപ്പര. പക്ഷെ പിന്നെ ലാവ്ലിംഗ് കേസൊക്കെ വന്ന് നിങ്ങളെല്ലാം മൂപ്പരെ കുതിരയാകാൻ തുടങ്ങിയതോടുകൂടി നിങ്ങൾക്കെതിരെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏതായാലും ഇവന്മാരൊക്കെ പറയുന്നല്ലേ, എന്നാ പിന്നെ ആസ്വദിച്ചേക്കാം. അല്ല, അങ്ങനെ മാധ്യമങ്ങളുമായി ഏറ്റവും നല്ല സൗഹൃദം ഉണ്ടായിരുന്ന പിണറായി വിജയനാണ്. PS നേരെ തിരിച്ചായിരുന്നു. പിന്നെ കാര്യങ്ങൾ മാറുന്നത് എപ്പോഴാണ്? PS കുറച്ചുകൂടി ജനകീയ മുഖമായി മാറുന്നു. മാധ്യമങ്ങൾ മുഴുവൻ PS-ന്റെ നേർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അന്ന് മുതൽ ഇന്നോളം പിണറായി വിജയനും മാധ്യമങ്ങൾ ശത്രുക്കളായി. അത് വേറെ ഒരു കാര്യമില്ല. അത് പാർട്ടിക്ക് പരമ്പരാഗതമായ ഒരു നിലപാടുണ്ടായിരുന്നു. കാലത്തിനനുസരിച്ച് മാറണം, സംശയമൊന്നുമില്ല. വലതുപക്ഷ ആശയങ്ങൾ CPM-നകത്തും ഇടതുപക്ഷ ഗവൺമെന്റിനകത്തും ഒരുപാട് വന്നിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് വോട്ടിനെ ഇതുകൊണ്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. പൊതുസമൂഹത്തിന് ആകർഷിക്കപ്പെടില്ല, പക്ഷെ പാർട്ടി അണികൾക്ക് കുറച്ചു പേർക്കെങ്കിലും അത് ആവേശം കൊള്ളും. അപ്പൊ ഇലക്ഷൻ തോറ്റാലും ജയിച്ചാലും അവിടെ ബേസ് അവിടെ നിൽക്കുന്നത് ഐഡിയോളജിയുടെ ബേസിലാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ കാണുന്ന എന്താണ്? ഇപ്പോൾ കേരളത്തിലെ ഏത് സർവീസ് സംഘടനകൾ എടുത്ത് നോക്കിയാലും ഇടതുപക്ഷത്തിനുള്ള പ്രാമുഖ്യം മറ്റാർക്കുമില്ല. അതൊരു വ്യക്തിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഐഡിയോളജിയിൽ നിന്ന് ഒരുപാട് പുറകോട്ട് വരും. അപ്പൊ കേഡർ സ്ട്രെങ്ത് ദുർബലപ്പെടുകയല്ലേ ചെയ്യുന്നത്? കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും 69-ന് ശേഷം വ്യക്തിപൂജയിൽ തന്നെയാണ് വന്നത്. ഇന്ദിരാഗാന്ധിയുടെ പേര് പറഞ്ഞാണ് പഞ്ചായത്തിൽ പോലും ജയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരുമോ ഇവിടെ? അന്ന് കോവിഡും മറ്റും വന്നു, വെള്ളപ്പൊക്കം ഉണ്ടായി. ആ സമയത്ത് പബ്ലിക് റിലേഷൻസ് നല്ലതുപോലെ ഉപയോഗിക്കാൻ നിങ്ങൾ പത്രമാധ്യമങ്ങളെ വിളിച്ചിരുത്തി നിങ്ങളുമായിട്ടും 1 മണിക്കൂറോളം സംസാരിക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു. അവസാനം ഒരു 10 മിനിറ്റ് ചോദ്യങ്ങൾ. പക്ഷേ അതിൽ നിന്നുണ്ടാക്കിയ ഒരു ആ റാപ്പ് ആണ് 2021 വലിയൊരു വിശ്വാസം ജനങ്ങൾക്ക് തോന്നി. ആ ട്രസ്റ്റിന് തോന്നിയത് ഈ അടിയന്തര ഘട്ടങ്ങളിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ആവൽ ഘട്ടങ്ങളിലുണ്ട്, ഗവൺമെൻറ് കൂടെ ഉണ്ട്. അപ്പോൾ ശൈലജ ടീച്ചറെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് വന്ന എല്ലാ കാര്യങ്ങളും ദിവസം വൈകുന്നേരം 1 മണിക്കൂറെങ്കിൽ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ സമയം കൊടുക്കില്ല, ആ പ്രസക്തിയില്ല. ക്രെഡിബിലിറ്റി ഉണ്ട്, അല്ല ആ വിശ്വാസത ഇപ്പോഴത്തെ സാഹചര്യം ഒന്നാണെന്ന് പറയാൻ പറ്റുമോ? പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് അവർ പറഞ്ഞ അല്ലേ നമ്മൾ പറയുന്ന പ്രകടന പത്രികയാണ്. അത് നിറവേറ്റാൻ ബാധ്യതപ്പെട്ട ആ മുന്നണി നിയോഗിക്കുന്ന ഒരു നോമിനി, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. മന്ത്രിമാരായാലും അങ്ങനെ തന്നെയാണ്, പ്രതിപക്ഷ നേതാവായാലും അത് തന്നെയാണ്. പക്ഷെ ആ വ്യക്തിയെ ഒരാൾ ദൈവമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. അദ്ദേഹം ഇല്ലെങ്കിൽ നാട് തകർന്നു പോകും. അദ്ദേഹത്തിന് മുമ്പ് നാടുണ്ടായിരുന്നില്ല. ഇവിടെ ഒന്നുമില്ലാതായപ്പോൾ വിദേശത്തു നിന്ന് റിസോഴ്സസ് കൊണ്ടൊന്ന് രക്ഷപ്പെടുത്തും. പ്രകൃതി ദുരന്തം ഉണ്ടായാലും ഇനി നാളെ മഹാമാരി വന്നു കഴിഞ്ഞാലും ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ നാട് ഒലിച്ചു പോയേനെമെന്ന് അഭ്യസ്തവിദ്യരായ മനുഷ്യരുടെ മുമ്പിൽ ഒരു സർവീസ് സംഘടനയുടെ പ്രതിനിധികളായിട്ടുള്ളവർ ഇരുന്ന് പാടുകയാണ്. അതെന്തൊരു വിരോധാഭാസമാണ്.